നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 26 വ്യാഴാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9 സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണമെന്ന് പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സ്വന്തം മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും വോട്ട് ചെയ്യുന്നതിനായിട്ട് ശമ്പളത്തോടു കൂടിയുള്ള അവധിക്ക് അർഹതയുണ്ട്. താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതിനായിട്ട് വോട്ടർമാർക്ക് പണമോ പാരിതോഷികങ്ങളോ മദ്യമോ വിതരണം ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണെന്നും ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഇത് തടയുന്നതിനായിട്ട് ജില്ലയുടെ ഉടനീളം ഫ്ലൈയിങ് സ്ക്വാഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവയെ വിന്യസിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് പണമോ മറ്റ് സാമഗ്രികളോ കടത്തുന്നത് തടയാനായിട്ട് നടത്തുന്ന വാഹന പരിശോധനകളോട് പൊതുജനങ്ങൾ സഹകരിക്കണം. 50,000 രൂപയിൽ കൂടുതൽ കൈവശം വെച്ച് യാത്ര ചെയ്യുന്നവർ കൃത്യമായ രേഖകൾ കരുതണമെന്നും നോഡൽ ഓഫീസർ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തും ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ഉത്തരവിറക്കി. കേന്ദ്ര നിർദ്ദേശപ്രകാരം വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലാണ് പ്രധാനമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ നേരത്തെ അനുവദിച്ചിരുന്നതിൻ്റെ 40% സിലിണ്ടറുകൾ മാത്രമേ ലഭ്യമാകൂ. എന്നാൽ ആശുപത്രികൾ, അംഗനവാടികൾ, വിദ്യാലയങ്ങൾ, ശ്മശാനങ്ങൾ, ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീനുകൾ, ഹോസ്റ്റലുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ, സുഭിക്ഷ ഹോട്ടലുകൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ തടസ്സമില്ലാതെ സിലിണ്ടറുകൾ ലഭ്യമാകും. മരുന്ന് കമ്പനികൾ, മത്സ്യമേഖല, റെയിൽവേ, എയർലൈൻ, കാറ്ററിംഗ് എന്നീ വിഭാഗങ്ങൾക്ക് ആവശ്യമായതിൻ്റെ 70% സിലിണ്ടറുകൾ ലഭിക്കും. കൂടാതെ സിറ്റി ഗ്യാസ് സൗകര്യമുള്ള പ്രദേശങ്ങളിലെ വാണിജ്യ വ്യവസായ ഉപഭോക്താക്കൾ അടിയന്തരമായിട്ട് പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് കണക്ഷനായിട്ട് അപേക്ഷിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് റദ്ദാക്കൽ നിയമങ്ങളിൽ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 15 നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പുതിയ മാറ്റങ്ങൾ പ്രകാരം കൺഫേമായ ബർത്തുകൾക്ക് മുഴുവൻ തുകയും തിരികെ ലഭിക്കണമെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് റദ്ദാക്കേണ്ടതുണ്ട്. നേരത്തെ ഇത് 48 മണിക്കൂറായിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ നാമമാത്രമായിട്ടുള്ള ഒരു തുക മാത്രമായിരിക്കും റദ്ദാക്കൽ ചാർജ് ഇനത്തിൽ ഈടാക്കുക. റദ്ദാക്കുന്ന സമയത്തിനനുസരിച്ച് റീഫണ്ട് തുകയിൽ വ്യത്യാസമുണ്ടാകും. ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 24 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിൻ്റെ 25% തുക നഷ്ടമാകും. എന്നാൽ 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് സമയം ബാക്കിയുള്ളതെങ്കിൽ 50% തുകയായിരിക്കും നഷ്ടപ്പെടുക. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ളപ്പോഴാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ യാതൊരുവിധ റീഫണ്ടും ലഭിക്കില്ല. നേരത്തെ 4 മണിക്കൂർ മുൻപ് വരെ റീഫണ്ട് ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഈ മാറ്റം ഇപ്പോൾ വരുന്നത്. യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള മറ്റ് ചില മാറ്റങ്ങളും റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷനിൽ മാറ്റം വരുത്താം. നേരത്തെ അന്തിമ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് മാത്രമായിരുന്നു ഈ സൗകര്യം ലഭ്യമായിരുന്നത്. കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്തവർക്കും ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ഈ മാറ്റം വരുത്താവുന്നതാണ്. കൂടാതെ കൗണ്ടർ വഴി റിസർവ് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കാൻ ഇനി യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനിൽ തന്നെ പോകണമെന്നില്ല. രാജ്യത്തെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇത്തരം ടിക്കറ്റുകൾ റദ്ദാക്കി പണം കൈപ്പറ്റാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ ആദായനികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാൻ കാർഡ് നിർബന്ധമായ ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമങ്ങൾ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണക്കാർക്ക് വലിയ ഇളവുകൾ നൽകുന്നതാണ്. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചെറുകിട ഇടപാടുകാരുടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക എന്നതാണ് ഈ പരിഷ്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുതിയ നിയമപ്രകാരം ബാങ്ക് നിക്ഷേപങ്ങളിലും പിൻവലിക്കലുകളിലും വലിയ മാറ്റമുണ്ട്. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണെങ്കിൽ പുതിയ പരിഷ്കാരം അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡ് വിവരങ്ങൾ നൽകിയാൽ മതിയാകും. ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസം നൽകും. അതുപോലെ വാഹന വിപണിയിലും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുകയുടെ പരിധി അത് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. ഇതോടെ 5 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതില്ല. എന്നാൽ ഉയർന്ന വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമായിരിക്കും.
ഹോട്ടൽ ബില്ലുകൾക്കും മറ്റ് ആഘോഷങ്ങൾക്കുമായുള്ള പണമിടപാടുകളുടെ പരിധിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതോടൊപ്പം തന്നെ ബാങ്കറ്റ് ഹാളുകൾ എന്നിവിടങ്ങളിലെ ഇടപാടുകൾക്ക് നിലവിലുണ്ടായിരുന്ന 50,000 രൂപ എന്ന പരിധി 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. ഇതോടെ വിവാഹങ്ങൾക്കും മറ്റ് ഹോട്ടൽ ബില്ലുകൾ നൽകുമ്പോൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ഒഴിവാകും. വസ്തു ഇടപാടുകളുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള മാറ്റമുണ്ട്. വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമാകുന്ന തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ ഇൻഷുറൻസ് മേഖലയിൽ നിയമം കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്നവർക്ക് മാത്രമാണ് പാൻ കാർഡ് നിർബന്ധമെങ്കിൽ ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമായിട്ടും നൽകേണ്ടി വരും. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങളൊക്കെ തന്നെ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണമെന്നും ഡിജിറ്റൽ കറൻസിയെ ഔദ്യോഗിക പണമിടപാടായിട്ട് അംഗീകരിക്കുമെന്നും കരട് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാൻ കാർഡിന് അപേക്ഷിക്കുന്ന രീതിയിലും 2026 ഏപ്രിൽ 1 മുതൽ മാറ്റങ്ങൾ വരും. നിലവിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഇനി മുതൽ ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ SSLC ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടി വരും. കൂടാതെ പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേര് അക്ഷരത്തെറ്റുകളില്ലാതെ കൃത്യമായിട്ട് ഒത്തുപോയാൽ മാത്രമേ ഇനി അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. മാർച്ച് 31 വരെ നിലവിലുള്ള ഫോമുകളിൽ അപേക്ഷിക്കാമെങ്കിലും ഏപ്രിൽ 1 മുതൽ പുതിയ ഫോമുകൾ മാത്രമായിരിക്കും ലഭ്യമാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷൻ തുകയും ഈസ്റ്റർ, വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ധനസഹായവും ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് ഇവ 2 ഗഡുക്കളായിട്ട് നൽകാനായിരുന്നു ആലോചിച്ചിരുന്നതെങ്കിലും പ്രായോഗികമായിട്ടുള്ള കാരണങ്ങളാൽ അത് മാറ്റുകയായിരുന്നു. നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലനിൽക്കുന്നതിനാൽ തന്നെ ഔദ്യോഗിക വിവരങ്ങൾ പരിമിതമാണെങ്കിലും 2 ഗഡുക്കളും ചേർന്ന് ആകെ 4,000 രൂപ മാർച്ച് 31 ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ബാങ്ക് അക്കൗണ്ട് വഴി തുക ലഭിക്കുന്നവർക്ക് 2 ഗഡുക്കളായിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ആവുക. നേരിട്ട് കൈകളിലൊക്കെ തന്നെ ഈ പെൻഷൻ തുക വാങ്ങുന്നവർക്ക് വിതരണം എളുപ്പമാക്കുന്നതിനും അതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനുമായിട്ട് 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുന്ന ആ ഒരു രീതി ആണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കിയവർക്ക് തുക ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ല. കൂടാതെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുക അവരുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. ഇനി അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ അംഗങ്ങൾക്ക് 6 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം 9,600 രൂപ വരെ ലഭിക്കാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ മാസം അവസാനത്തോടെ കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ബുധനാഴ്ച മാർച്ച് 25-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 345 രൂപ കൂടി 13,445 രൂപയും പവന് 2,760 രൂപ കൂടി 1,07,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.